ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. മല്ലു ബിഗിനേഴ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിഗിനർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു ക്യാൻഡിലാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യാൻഡിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വളരെ ബിഗിനർക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വലിയ സീരിയസ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ബേസിക്കായിട്ട് എല്ലാവർക്കും ഐഡിയ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ ഒരു ഓവർവ്യൂ ആയിട്ട് ഷോർട്ടായിട്ടെല്ലാം പറഞ്ഞുതരാം. എന്നാൽ ഈ ക്യാൻഡിൽ ഹൈക്കിൻ ആഷി എന്ന് പറഞ്ഞാണ് ഈ ക്യാൻഡിലിൻ്റെ പേര്. സോ ഈ ക്യാൻഡിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിലൊരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. എത്രത്തോളം ലോങ് ആവുമെന്ന് അറിയില്ല. എൻ്റെ പിന്നെ മാത്രമല്ല വരച്ച് കാണിക്കണമെങ്കിൽ അതിന് ബോർഡൊന്നും ഇല്ല. ഞാൻ ഫോണിൽ തന്നെ ഒരു ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് ബിറ്റ്കോയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് നല്ല രീതിക്ക് താഴത്തോട്ട് വന്ന് കുറച്ച് ദിവസം മുമ്പ്, അതിന് ശേഷം നല്ല രീതിക്ക് കയറി വീണ്ടും താഴത്തോട്ട് വന്ന് ഇപ്പം ഏകദേശം ഈ ലെവലിൽ എത്തി കിടക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ലെവലിൽ വന്ന് കളിക്കുന്നുണ്ട് എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം. അത് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് $40,000 ആണ്. $40,000 ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് $30,000 സോ ഈ ഒരു റേഞ്ചിനകത്താണ് ഇപ്പോൾ ബിറ്റ്കോയിൻ കിടന്ന് കളിക്കുന്നത്. ഇപ്പം ഏകദേശം ഈ ഒരു $40 അടുത്ത് എത്താറായിട്ടുണ്ട്. സോ വൺസ് ഈ ബിറ്റ്കോയിൻ്റെ റേഞ്ച് 40,000 എത്തിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ താഴത്തോട്ട് വരാം, നല്ല രീതിയിൽ വീണ്ടും ഇതേ പാറ്റേൺ സ്വീകരിച്ച് താഴത്തോട്ട് വരാം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കേസിൽ ഇപ്പം ഞാൻ പറഞ്ഞു മേലെ തട്ടി തിരിച്ചു വരുന്നതൊക്കെ പറയുമ്പോൾ കുറച്ച് ഭയങ്കരമായിട്ട് മനസ്സിലാവില്ല എന്ന് ബിഗിനർ. കാരണം ഈ താഴത്തോട്ട് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു എന്ന് നമ്മളെല്ലാവരും പറയും. ഈ ട്രേഡിംഗ് വേൾഡ് സപ്പോർട്ട് എന്നാണ് പറയുക. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എന്താ പിന്തുണയ്ക്കുക, അതന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുക, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ മേലെ റെസിസ്റ്റൻസ് എന്ന് പറയും, അതിനെ നമ്മൾ പ്രതിരോധിക്കുക എന്നാണ് മലയാളത്തിൽ. പ്രതിരോധം എന്നാണ് റെസിസ്റ്റൻസിൻ്റെത്. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കൂടി വളരെ ബിഗിനർ ആൾക്ക് ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സോ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കിടന്നിട്ട് കോയിൻ കിടന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കോയിൻ്റെ പ്രൈസ് റേഞ്ച് കിടന്ന് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് ഏത് റേഞ്ചിലാണോ ആ കോയിൻ മാക്സിമം പോയേക്കണേ, അവിടുന്ന് താഴത്തോട്ട് എവിടെ വന്നിട്ടാണോ താഴത്തേക്ക് വരണേ, ആ മാക്സിമം പോയിട്ട് എവിടെ നിന്നാണോ റിട്ടേൺ അടിച്ച് താഴത്തേക്ക് വരുന്നത്, ആ ഒരു മാക്സിമം പോയിട്ട് റിട്ടേൺ അടിച്ച് വരുന്ന ഏരിയയാണ് റെസിസ്റ്റൻസ്. അതുപോലെ താഴത്തോട്ട് വന്നിട്ട് ഏത് വരെ വന്നിട്ട് ഏത് റേഞ്ച് വരെ താഴത്തേക്ക് വന്ന് അവിടുന്ന് അത് റിട്ടേൺ അടിച്ച് മേലേക്ക് പോകുന്നു, ആ ഒരു റേഞ്ചാണ് നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുക. സോ ഇവിടെ നോക്കുമ്പം ബിറ്റ്കോയിൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു, ഈ ഒരു റേഞ്ച് വിട്ട് താഴത്തോട്ട് പോകാൻ സമ്മതിച്ചിട്ടില്ല. സോ ഇതൊരു സപ്പോർട്ടാണ്. അതിനുശേഷം സപ്പോർട്ട് എടുത്തു, ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ ഇത് വീണ്ടും മേലേക്ക് കയറിപ്പോയി ഈ ഒരു റേഞ്ചിനകത്ത് എത്തിയപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നില്ല. അതിനപ്പുറത്തേക്ക് കടത്തി വിടാൻ അവർ പ്രതിരോധിക്കുകയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാണ്, റെസിസ്റ്റ് ചെയ്യാണ്. സോ അതിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇപ്പോൾ ഈ കേസിൽ ഇത് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, ഈ ഇതിലേക്ക് തട്ടിയപ്പോൾ റെസിസ്റ്റൻസ് ആയി. ഇതേ സാധനം ഇവിടെ നോക്കുമ്പം ഇതിന് മുമ്പ് ബിറ്റ്കോയിൻ കേസിൽ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇത് സപ്പോർട്ടായിട്ട്, കാരണം ഇത് താഴത്തോട്ട് വരാൻ സമ്മതിച്ചില്ല. പക്ഷേ ഇത് താഴത്തോട്ട് ബ്രേക്ക് ചെയ്തപ്പം നല്ല രീതിക്ക് ഒരു ബ്രേക്ക് പോയിൻറ്റ് ഉണ്ടായി. അതുപോലെ മേലേക്കും കയറി. ഇതേ സാധനം തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ കറൻ്റ് ഞാൻ പറഞ്ഞ പോലെ ബിറ്റ്കോയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റെസിസ്റ്റൻസ് ആയിരിക്കില്ല, ഈ ബിറ്റ്കോയിൻ്റെ സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്ത്. അതെല്ലാവരും കോമൺ സൈക്കോളജിയാണ്. ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റെസിസ്റ്റൻസ് മുമ്പ് എവിടെയാണോ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തത് അത് സപ്പോർട്ടായിട്ട് മാറും. അതുപോലെ ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ, ഇപ്പം ഇവിടെ നോക്കുമ്പം ഈ ബിറ്റ്കോയിൻ്റെ സപ്പോർട്ടായിരുന്നു ഇത്. ഈ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴത്തോട്ട് വന്ന് മേലെ കയറിയപ്പോൾ പിന്നെ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. സോ അതൊരു ബേസിക് ടേമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് ബ്രേക്ക് ആവുന്നവരെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സപ്പോർട്ട് ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു വാല്യൂ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് മേലേക്ക് കയറിയാൽ ആ റെസിസ്റ്റൻസ് പിന്നെ അതേ കോയിൻ്റെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇത് വളരെ ബേസിക്കാണ്. പിന്നെ ക്യാൻഡിൽ എന്നുള്ളൊരു സംഭവം അറിയാം. ക്യാൻഡിൽ ഫോർമേഷൻ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ക്യാൻഡിൽ നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇങ്ങനെ ഒരു സംഭവമാണ്. പച്ച ഏത് കളർ വേണമെങ്കിലും പച്ചയും ചുവപ്പൊക്കെ ആയിട്ട് കത്തുണ്ടാവുക. ചുവപ്പ് ബേറിഷ്, അത് താഴത്തോട്ട് പോകാനുള്ളത് പച്ച ഗ്രീൻ, അതായത് ബുള്ളിഷ് മാർക്കറ്റ് എന്നാണ് നമ്മളെല്ലാം പറയുക. സോ ഇതിനകത്ത് തന്നെ നമുക്ക് പല ടൈപ്പ്, ഈ ഒറ്റ ക്യാൻഡിലിനകത്ത് നമുക്ക് 4 കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ, ഇതൊരു റെഡ് ക്യാൻഡിൽ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരു ഗ്രീൻ ക്യാൻഡിലിനകത്ത് ഈ ഒരു വിക്ക് ലോങ്ങിൽ പോകുന്ന ഈ വിക്കാണ് ഹൈ. അതായത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പല ടൈം ഫ്രെയിമിലും നമ്മൾ വെക്കാം. സോ ഒരു 5 മിനിറ്റ് ഫ്രെയിമിൽ നിങ്ങൾ വെക്കുമ്പം ഈ കോയിൻ ഇങ്ങനെ ഒരു കോയിൻ്റെ പ്രൈസ് ഇങ്ങനെയാണ് കാണിച്ചെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കോയിൻ്റെ പ്രൈസ് ഈ 5 മിനിറ്റിൽ മാക്സിമം ഇതുവരെ പോയി, ഈ ഹൈ വരെ പോയി താഴത്തോട്ട് വന്ന് താഴത്തേക്ക് ഇതുവരെ പോയിട്ടുണ്ട്. സോ ഈ ലോയും ഇതിൻ്റെ ഹൈ ഇതും ലോ ഇതുമാണ്. അത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഓപ്പൺ ക്ലോസ്, ഒരു ഗ്രീൻ ആകുമ്പം ഇത് ഇവിടെ ഓപ്പൺ ചെയ്തു, ഈ പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മേലേക്ക് കയറി, അല്ലെങ്കിൽ ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ടുണ്ട്, ഓപ്പണായിട്ട് താഴത്തോട്ട് വന്ന് വീണ്ടും മേലേക്ക് കയറി ഹൈ വരെ പോയി വീണ്ടും താഴത്തോട്ട് വന്ന് ഇവിടെ നിന്നു. സോ ഇത് അതിൻ്റെ ഒരു ഓപ്പൺ ഹൈ ബേസിക് ടെർമിനോളജിയാണ്. ഇതേപോലെ തന്നെ റെഡിൻ്റെ ഗ്രീൻ ബിയറിഷിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഈ ഓപ്പൺ എവിടെയാണോ ക്ലോസ് എവിടെയാണോ അത് ജസ്റ്റ് ഡിഫർ ആവും, ബാക്കി ഹൈയും ലോയും സെയിം ആണ്.
ഇതൊരു നോർമൽ ക്യാൻഡിലാണ്. ഇതിൽ പല ടൈപ്പ് ഉണ്ട്, മർബോസ്, ഡോജി, അങ്ങനെ കുറേ ഉണ്ട്. സോ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്. പല വീഡിയോസ് ഉള്ള ആൾക്കാർ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഇത്രയും നമ്മൾ അറിഞ്ഞാൽ മതി ഒരു ക്യാൻഡിൽ വെച്ച് നമുക്ക് ഇത്രയും അനലൈസ് ചെയ്യാമെന്ന്. എന്നാൽ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഹെയ്ക്കിൻ ആഷി എന്ന് പറഞ്ഞ ക്യാൻഡിലാണ്. ഹെയ്ക്കിൻ ആഷി എന്ന് പറഞ്ഞ ക്യാൻഡിൽ ഈ കാണുന്ന പോലത്തെ 2 വിക്കില്ലേ, അപ്പോൾ നമ്മളിവിടെ കണ്ട പോലത്തെ 2 വിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ട്രെൻഡ് ചേഞ്ച് ആണെന്നൊക്കെ ഏകദേശം നമ്മൾ അനലൈസ് ചെയ്യും. കാരണം ഒരു മർബോസുവിൻ്റെ മൂവ്മെൻറ്റ്, ഒരു ഹെയ്ക്കിൻ ആഷി എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ലോങ് വിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതങ്ങനെ ഒരു താഴത്തോട്ട് വിക്ക് ഉണ്ടാവും. സോ ഈ ഒരു ലോങ് വിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ബിയറിഷ് മൂവ്മെൻ്റ് ആണ്, ബുള്ളിഷ് മൂവ്മെൻ്റ് ആണെന്നാണ്. ഈ സാധനം കയറി ഇവിടെ പച്ച കളറായിരിക്കും, ഗ്രീൻ ആയിരിക്കും. ഈ ഒരു മേലേക്ക് ഒരു വിക്കാണ്, ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, താഴത്തേക്ക് ഒരു ഷാഡോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ മേലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ബുള്ളിഷ് ആണെന്നാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് അല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇങ്ങനത്തെ ക്യാൻഡിലാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. ജപ്പാനീസ് ക്യാൻഡിലാണ് ഇങ്ങനെ തന്നെയാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ആണെന്നാണ്. സോ ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇതും ചെറിയ രീതിയിൽ ഒരു വിക്കും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബുള്ളിഷ് മൂവ്മെൻറ്റിൻ്റെ മൊമെൻറ്റം ലോസ് ആവുന്നതാണ് പറയണത്. ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ല, എളുപ്പമാണെന്നാൽ കൂടി അതൊക്കെ ഭയങ്കര ടെക്നിക്കലായിട്ട് അറിയേണ്ടതാണ്. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എങ്ങനെ എൻട്രി എടുക്കാം, മെയിൻ എക്സിറ്റ് അടിക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, ഇതൊക്കെ ഏകദേശം അറിഞ്ഞാൽ മതി. സോ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ബേസിക്കായിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് മാത്രമേ ഞാനിതിൽ പറഞ്ഞു തരുന്നുള്ളൂ. സോ ഞാൻ പറഞ്ഞ പോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെയ്ക്കിൻ ആഷിക്കകത്ത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, അടുത്തൊരു ക്യാൻഡിൽ ഇതേപോലെ ഫോം ചെയ്തു, അങ്ങനെ 3 ക്യാൻഡിലോ 4 ക്യാൻഡിലോ എത്ര ക്യാൻഡിലോ ഫോം ചെയ്തു. അതിന് ശേഷം ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് താഴെ അടുത്തൊരു ക്യാൻഡിലായിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുകയാണ് വിത്ത് ഒരു ചെറിയ സ്മോൾ വിക്കോ അങ്ങനെ എന്തെങ്കിലും താഴത്തേക്കും ഒരു ഷാഡോ ആയിട്ട് വിക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് ലോസ് ആവുന്നു എന്നാണ് ഏകദേശം മീൻ ചെയ്യുന്നത്. അതേപോലെ ബിയറിഷിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു സാധനം ഇങ്ങനെ വന്നു, അതുപോലെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തു, അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തു, അതിന് ശേഷം ഇങ്ങനെ ഒരു വിക്കുള്ള ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബീറിഷ് അല്ല മാർക്കറ്റ് ബുള്ളിഷ് ആവാൻ പോകുന്നതാണ്. സോ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് മാർക്കറ്റ് മേലേക്ക് പോകുന്നത് പ്രതീക്ഷിച്ചിട്ട്. സോ ഇതൊക്കെ ക്ലിയർ ആണെന്ന് പറയാൻ കാരണം ഞാനൊരു 2 ആഴ്ചത്തോളമായി ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കോയിൻസിനെ കുറിച്ച് കുറച്ച് കോയിൻസിൽ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നോക്കുന്നു, അപ്ലൈ ചെയ്തിട്ട് നോക്കുന്നു. സോ അറൗണ്ട് 90% എനിക്ക് ആക്യുറസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ക്ഷമ വേണം, നമ്മൾ ഏത് സമയം നോക്കിക്കൊണ്ടിരിക്കണം. അതൊക്കെ കുറച്ച് റിസ്ക് ആണ്, എന്നാൽ കൂടി നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വേണ്ട, ഇപ്പം പറയും RSI, സ്റ്റോക്കസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ഈ ജസ്റ്റ് ഒരു ക്യാൻഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എൻട്രിയും എക്സിറ്റും എടുക്കാൻ പറ്റും. എപ്പം മൊമെൻറ്റം ലോസ് ആവുന്നു, എപ്പം മൊമെൻറ്റം ലോസ് ആവുന്നില്ല എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഞാൻ പിന്നെ വേറൊരു കാര്യം എന്താ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഈ ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് കോയിൻസ് അവൈലബിൾ ആണ്, പക്ഷേ എല്ലാ കോയിൻസിൻ്റെ പിന്നാലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന അത്യാവശ്യം വോളിയം തരുന്ന 1, 2, 3 കോയിൻ നമ്മൾ മാത്രം നോക്കുക. സോ ആ കോയിൻ്റെ പ്രൈസ് ഏതുവരെ പോയി, അത് കഴിച്ച് വീണ്ടും ഏതുവരെ കയറുന്നുണ്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പം ഞാൻ മാറ്റിക് എന്ന് പറഞ്ഞൊരു കോയിൻ്റെ കേസ് ഞാൻ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ മാറ്റിക് നോക്കുകയാണ്. ഇപ്പം റീസെൻ്റ്ലി 2 ദിവസമായിട്ട് മാറ്റിക്കിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 132 എന്ന് പറഞ്ഞ റേഞ്ചിൽ 138 എന്ന് പറഞ്ഞ റേഞ്ച്, അതുപോലെ 145 കഴിഞ്ഞാൽ 150, ഈ 4 റേഞ്ചിനകത്ത് ഒരു കളി കളിക്കും. കാരണം ഇത് ഇങ്ങനെ 4 സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണം. കാരണം ഇവിടെ ഒരു മാർക്കറ്റ് വരികയാണ് 138 തട്ടിയിട്ട് തിരിച്ച് പോവുകയാണെങ്കിൽ 148 വരെ, 144, 145 അല്ലെങ്കിൽ 144 വരെ പോയി തിരിച്ച് വന്ന് വീണ്ടും 138 എത്തി, വീണ്ടും 134 അങ്ങനെ പോയി. ഇത് 145 ബ്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 വരെയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 138 താഴത്തോട്ട് വരികയാണെങ്കിൽ 132 വരേക്കും പോകുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ 138 വരുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ 131 വയ്ക്കാം. കാരണം 132ൻ്റെ താഴെ 131. സോ 132 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ബീറിഷാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വേണം വയ്ക്കാം. ഇതിന് നിങ്ങൾക്ക് ടാർഗറ്റ് വേണമെങ്കിൽ 145 വയ്ക്കാം, അല്ലെങ്കിൽ 150 വയ്ക്കാം. അതിൽ ഏത് ടാർഗറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. സോ ഇത് ഞാൻ നിങ്ങളുടെ ഈ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കോയിൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ട്രേഡ് എടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി. ഇതേപോലെ നിങ്ങൾ ഒരുപാട് കോയിൻസ് എടുക്കാണ്ട് 1, 2 കോയിൻ മാത്രം കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് മാത്രം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ കോയിൻ്റെ പ്രൈസ് ഏതുവരെ മൂവ് ചെയ്തിട്ടുണ്ട്, ഏതുവരെ താഴത്തോട്ട് വന്നിട്ടുണ്ട്. സോ ആ പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് നമ്മൾ ഒരു കോയിൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് പറയാം, അയ്യോ ഈ കോയിൻ നല്ല രീതിയിൽ കയറുന്ന പറഞ്ഞാൽ നമ്മൾ ഇത് വിട്ടിട്ട് അപ്പുറത്ത് പോകും. അപ്പോൾ നമുക്ക് അവിടെയും കിട്ടില്ല, ഇവിടെയും കിട്ടില്ല, ഏതാണ് സംഭവം ഒന്നും അറിയാണ്ടാവും. സോ ബേസിക്കലി 3 കോയിൻ മാത്രമേ, 1, 2, 3 കോയിൻ അനലൈസ് ചെയ്യുക. അത്യാവശ്യം വോളിയമുള്ള കോയിനാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഞാനിതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ട്രേഡിംഗ് വ്യൂ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബിനാൻസ് ആണെങ്കിലും WazirX ആണെങ്കിലും അതിനകത്ത് യൂസ് ചെയ്യുമ്പം നമുക്ക് എനിക്ക് അത്ര കംഫർട്ടായി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിറ്റ് കോയിൻ ഇത് മെയിൻലി സ്റ്റോക്ക് മാർക്കറ്റിനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം ബിറ്റ് കോയിൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഓവർസ് അങ്ങനെ കുറേ ഉണ്ട്. അതിനകത്ത് നമ്മൾ ക്രിപ്റ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് കോയിൻസ് മാത്രമേ. ഇപ്പം ക്രിപ്റ്റോ ഓൾറെഡി ചൂസ് ചെയ്തുകൊണ്ട് BTC USDT അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട്. സോ ഇതിനകത്ത് ഞാൻ മാറ്റിക്കാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞില്ല. അപ്പോൾ മാറ്റിക് എടുത്ത് കാണിച്ചു തരാം. മാറ്റിക് സെർച്ച് ചെയ്യുമ്പം മാറ്റിക് ബിനാൻസിലുള്ളത് കാണിക്കുന്നുണ്ട്, FTXലുള്ളത് കാണിക്കുന്നുണ്ട്. ഓരോ എക്സ്ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത് ആദ്യം വരുന്നുണ്ട്. സോ ബിനാൻസിൽ നല്ല രീതിയിൽ വോളിയം ഉള്ളതുകൊണ്ടാണ് ബാറ്റിക് USDT കാണിക്കുന്നത്. സോ ബിനാൻസിക്ക് ഇത് ഞാൻ ഫസ്റ്റ് എടുത്തു. ഇതിനകത്ത് ഇപ്പം ഉള്ളത് ഹൈക്കൻ ആഷി ക്യാൻഡിലാണ്. ഞാനിത് നോർമൽ ക്യാൻഡിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കരമായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു. നമുക്ക് കറക്റ്റായിട്ട് നോയ്സ് എന്ന് പറയും ഇതിന്. കറക്റ്റായിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടില്ല. ഇത് എന്താണ്, ഇവിടെ എൻട്രി എടുക്കണോ എക്സിറ്റ്. ഇവിടെ ഗ്രീൻ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഇനിയും എൻട്രി ആവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഇത് നോക്കുമ്പോൾ എത്ര താഴെ കാണിക്കുന്ന ഡേറ്റ് ആണ് 3 ജൂണിന് 18:50. അത് 6:50 ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ മേലേക്ക് കയറുന്ന വെച്ചാൽ നമ്മളിവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ല സ്റ്റോപ്പ് ലോസ് അടിച്ചേനെ. സോ അതേ കേസിൽ നമ്മളൊരു ഹൈക്കൻ ആഷി എടുക്കുകയാണെങ്കിൽ നോക്കി അതേ സമയത്ത് എത്ര 18:50 എന്നാണ് കാണിച്ചത്. 18:50 ഒരു അടിപൊളിയായിട്ടൊരു വലിയ ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. ഫുള്ള് ബിയറിഷ് ക്യാൻഡിൽ. സോ നമുക്ക് ഒരിക്കലും അവിടെ എൻട്രി എടുക്കില്ല. നമ്മൾ ഇവിടെ തന്നെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. അതായത് 18:40 തന്നെ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടി. ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കണ്ടു. 18:35 ശേഷം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് 18:40. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ പ്രോഫിറ്റ് ഉള്ളവർ ഇവിടെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഇത്രയും വലിയൊരു ലോസ് വരില്ലായിരുന്നു. സോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അല്ല ഇവിടെ നമ്മൾ എക്സിറ്റ് അടിച്ചെങ്കിൽ നമുക്കത് ഓക്കെ. അതിനുശേഷം താഴത്തോട്ട് പോയി ഇവിടെ നിങ്ങൾക്ക് പറയാം 90% ആക്യുറസിയിൽ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കണം കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു, പക്ഷേ ബിയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. അത് ക്ലോസ് ആയി 2 കൺസോളിഡേറ്റ് ആയി. അത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു മൂവ്മെൻറ്റ് തന്നു, ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നു. സോ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചേനെ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ഫോം ചെയ്തേക്കണ ക്യാൻഡിൽ ഈ ഒരു ഫോം ഇത് സെൻറ്ററിൽ നിന്നാണ് ഫോം ചെയ്തത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് ഫുള്ളായിട്ട് നമുക്കൊരു ഇത് തന്നേക്കണത്. ഏത് ബിയറിഷ് മൂവ്മെൻറ്റ് ബുള്ളിഷ് മൂവ്മെൻറ്റേക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാണിച്ചേക്കുന്നത്. സോ ഒരു ക്യാൻഡിൽ നിങ്ങൾ എപ്പോഴും വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്യാൻഡിൽ അതേപോലെ ഈ ഒരു ക്യാൻഡിലിനെക്കാളും വലുതായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചാണ്. അതായത് 1.80912 ഈ റേഞ്ചാണ് ക്ലോസ് ചെയ്തേക്കണേ. ആ ക്ലോസ് എന്ന് പറയുന്നതിൻ്റെ മേലത്തെ കോയിൻ, അതായത് 1.80928 താഴെയാണ് ക്ലോസ് ചെയ്തേക്കണത്. സോ അതൊരു കംപ്ലീറ്റ് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇവിടെ ഒരു കോയിൻ ഫോം ചെയ്തു. ഓക്കെ, ബിയറിഷ് മൂവ്മെൻ്റ് അല്ല, ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നിട്ട് ഒരു കോയിൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ചെയ്ത സമയത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പം അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പ്രീവിയസ് ക്യാൻഡിലിനെക്കാട്ടിലും പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഒതുങ്ങണമെന്നുണ്ടെങ്കിൽ അത് പക്ക ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ആയിരിക്കില്ല. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നോക്കി, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു ബുള്ളിഷ് ആയിട്ട്. അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഫോം ചെയ്ത, അതായത് എത്ര 17:50 ക്ലോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറയണത് 1.81 രണ്ടാമത് ഫോം ചെയ്ത ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറയണത് 1.82 സോ ഇതിനെക്കാട്ടിലും കൂടുതലാണ്, മേലെയാണ് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെയും ക്ലോസ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യത്തിൽ ഇവിടെ എൻട്രി എടുക്കാം. എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് 1% 2% ഒക്കെ എന്തായാലും നിസ്സാരമായിട്ട് ഇതുപോലത്തെ നെറ്റ്വർക്കിന് ചെറിയ ആൾട്ട് കോയിൻസിന് കിട്ടിയേനെ. സോ ഇങ്ങനെ നോക്കും. പിന്നെ ഇതിൻ്റെ ബുള്ളിഷ് മൂവ്മെൻറ്റ് എപ്പോഴാണ് അതുപോലെ താഴത്തോട്ട് വരികയാണ്, നമുക്ക് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ എപ്പോൾ എക്സിറ്റ് അടിക്കുന്നത്, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ അവിടെ നമ്മൾ എൻട്രി എടുത്തു നല്ല രീതിയിലൊരു ബുൾ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ ബുൾ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ 3 ക്യാൻഡിൽ അടുപ്പിച്ച് ഗ്രീൻ ഫോം ചെയ്ത് നല്ല രീതിയിൽ ബുൾ മൂവ്മെൻറ്റ് വന്നു. ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഡീസൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയേനെ. ഇതേപോലെ ഇതിൻ്റെ ബുള്ളിഷ് മൂവ്മെൻറ്റ് എപ്പോഴാണ് കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ക്യാൻഡിൽ റെഡ് ആയിട്ട് ഫോം ചെയ്താൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം. അല്ല പറ്റില്ല, ഇനിയും പ്രോഫിറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ വീണ്ടും ഹോൾഡ് ചെയ്യാം. ചിലർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും, ചിലർക്ക് ചിലരുടെ ശരിയാവില്ല എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ 90% ഇതിൻ്റെ ആക്യുറസി വളരെ കറക്റ്റാണ്, 90% കറക്റ്റാണ്. ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇത് വരയ്ക്കും ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് എടുക്കണമുണ്ട്. ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ സമയം 11:10 ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 1.2% 1% എങ്കിൽ നിങ്ങൾക്ക് 11:25 20 മിനിറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയാണ്. നിങ്ങളിത് 2-3 വട്ടം ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾക്കിതിൽ കൺഫ്യൂസ്ഡ് ആയോ എന്നറിയില്ല, സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. വളരെ എളുപ്പമായിട്ട് മനസ്സിലാവുന്ന സാധനമാണ്. ഹൈക്കൻ ആഷി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമ്മൾ ക്യാൻഡിലിൻ്റെ പാറ്റേൺ മാറ്റിയിട്ട് നോർമലി ഇങ്ങനെ ഉണ്ടാവുക, ഈ ക്യാൻഡിലായിരിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈക്കൻ ആഷി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഹൈക്കൻ ആഷി കിട്ടും. നമുക്ക് എപ്പോൾ എൻട്രി എടുക്കണം, എപ്പോൾ എക്സിറ്റ് എടുക്കണം എന്നെല്ലാം വളരെ വ്യക്തമായിട്ടൊരു 90%ഓളം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് തരുന്നൊരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്.
സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.